സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാർ സാറാണ്. സാർ, സ്വാഗതം. നമസ്തേ. സാറ്, നമ്മളെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ടൊരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് വലിയ വാർത്തയായിരുന്നു. പക്ഷെ അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ പുതിയ സംഭവ വികാസം വരികയാണ്. ഇന്ത്യ UAE-യും അതേപോലെ ഇസ്രയേലുമായിട്ടൊരു പുതിയൊരു സഖ്യം ഉണ്ടാകുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നും ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുനഃക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതില് പ്രേം ആദ്യം സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാറിൽ കഴിഞ്ഞ അതായത് ഒരു വർഷത്തോളം മുമ്പ് ഒപ്പിട്ടു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സൈന്യം 15,000-ഓളം വരുന്ന പാകിസ്ഥാൻ സൈന്യത്തെ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകൾ വിന്യസിച്ചിട്ടുണ്ട്. ഹൂതികൾ സൗദിക്ക് നേരെ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കാൻ പാക് സൈന്യത്തെ അവർ ഉപയോഗിക്കും എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരും. ഇതിനിടയ്ക്കാണ് UAE ഒപ്പയ്ക്ക്, അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതിൽ നിന്നും UAE പിന്മാറി. അത് സൗദി അറേബ്യയാണ് ഇതിന്റെ നേതാവ്. സൗദി അറേബ്യയാണ് ഒപ്പക്കിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകൻ. അപ്പോ ഈ സൗദി UAE റിലേഷൻസ്, അതായത് ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുകയാണ്. ഇതിനിടയ്ക്കല്ല, യഥാർത്ഥത്തിൽ 2020 സൗദി അറേബ്യ UAE-യും ഇസ്രയേലും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടു. അത് എബ്രഹാം അക്കോർഡ് എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു കരാറാണ്. ആ കരാറിൽ UAE മാത്രമല്ല, ബഹ്റൈനും ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നീട് ജോർഡാൻ അതിന്റെ ഭാഗമായി, മൊറോക്കോ അതിന്റെ ഭാഗമാണ്, സുഡാന്റെ ഒരു ഭാഗം അതിന്റെ ഭാഗമാണ്. എന്താണ് ഇതിന് ശേഷം ഉണ്ടായ സംഭവവികാസം? UAE ഇസ്രയേലുമായുള്ള പൂർണ്ണമായ നയതന്ത്ര ബന്ധം തുടങ്ങി. അതായത് ഇസ്രയേലിലെ എംബസി UAE-യും, UAE-യിലെ എംബസി ഇസ്രയേലും, ആ രീതിയിൽ വളരെ പൂർണ്ണമായിട്ടുള്ള, അതായത് ഇന്ന് UAE-യിൽ 2020 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 3 ദശലക്ഷം, അതായത് 30 ലക്ഷത്തോളം ഇസ്രായേൽ പൗരന്മാരെ UAE സന്ദർശിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കി. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് UAE ഇന്ത്യ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടത്. ഇടയ്ക്ക് ഒരു ദിവസം UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അദ്ദേഹം ഡൽഹി സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരു 2 മണിക്കൂർ സംഭാഷണം നടത്തിയിട്ട് തിരിച്ചുപോയി. അത് നമ്മൾ വാർത്ത എല്ലാം വായിച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായി. യഥാർത്ഥത്തിൽ ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്നതിനും തൊട്ടു മുമ്പാണ് അത് സംഭവിച്ചത്. അപ്പോ നിരന്തരമായിട്ട് ഇന്ത്യയുമായിട്ട് വലിയ സമ്പർക്കത്തിലാണ് UAE. ഇപ്പോ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ട് UAE തയ്യാറെടുക്കുകയാണ്. ഓൾറെഡി UAE ഇസ്രായേലിന്റെ കൈവശം നിന്നും സ്പൈഡർ എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി UAEക്ക് അയൺ ഡോം എന്ന ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനം UAEയിലേക്ക് നൽകാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം UAE ഇസ്രായേൽ ബന്ധങ്ങൾ വളരെ സജീവമാണ്. ഇംഗ്ലീഷ് വൈബ്രന്റ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു സൗഹൃദം അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ പല ആയുധങ്ങളും നിർമ്മിക്കുന്ന ഇന്ത്യയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹെർമിസ് 900 ഡ്രോണുകൾ, അത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ പടക്കോപ്പുകൾ, ഇസ്രായേലിന് വേണ്ട അമ്മ്യൂണിഷൻ കൂടുതലും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ എയറോസ്പേസും ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് പല മിസൈലുകളും ഇന്ത്യയിൽ മദ്രാസിൽ അടുത്ത് അവരുടെ ഫാക്ടറി വരികയാണ്, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ. അത് അവിടുത്തെ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം. അങ്ങനെ ഇസ്രായേൽ ഇന്ത്യ ബന്ധം ആയുധ നിർമ്മാണത്തിൽ വളരെയധികം മെച്ചപ്പെടുമ്പോൾ ഈ പല ആയുധങ്ങളും UAEക്ക് വിൽക്കേണ്ട ആയുധങ്ങൾ ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങളൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ സൗഹൃദം, അത് പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, അത് വ്യവസായ മേഖലയിലും അതുപോലെ കച്ചവട മേഖലയിലും വ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ 2ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് UAE. $100 ബില്യണിലധികം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ UAEയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പല UAEയിലെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അത്
പിന്നെ ഹെൽത്ത് കെയർ, അതായത് ആശുപത്രികളാകട്ടെ, അതല്ലെങ്കിൽ ട്രേഡിങ് മാളുകളാകട്ടെ. ഇപ്പം നമുക്കറിയാം, പിന്നെ ലുലുവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അബുദാബിയാണ്. അങ്ങനെ നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങളാണ് UAE ആസ്ഥാനമായിട്ട് കൊള്ളുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് ശൃംഖല, ഇസ്രായേൽ UAE വ്യാപാരം ഈ കഴിഞ്ഞ വർഷം, അത് നേരത്തെ 0 നടത്തുന്നു, 5 ബില്യണായി വളർന്നു കഴിഞ്ഞു. ഇന്ത്യ ഇസ്രായേലി വ്യാപാര ബന്ധത്തിന്റെ ഒരു ഇടത്താവളമായിട്ട് ഇനി UAE മാറും. അതായത് നമ്മുടെ പല ഉൽപ്പന്നങ്ങളും UAE-യിലേക്ക് കയറ്റി അയക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഇസ്രായേലിലേക്ക്, കാരണം പലപ്പോഴും അത് കുറച്ചുകൂടെ വേഗത്തിൽ അവിടെ എത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ത്രികോണ പിന്നെ രൂപപ്പെടുകയാണ്, വ്യവസായ ഇടനാഴി എന്നൊക്കെ പറയുന്ന പോലെ രൂപപ്പെടുകയാണ് ഇസ്രായേൽ, UAE, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളൂടെ ചേർന്നിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസം, അതായത് പിന്നെ എബ്രഹാം അക്കോർഡിന് ശേഷം UAE എടുത്ത പുതിയ നിലപാടുകൾ സൗദി അറേബ്യക്ക് അത്ര സ്വീകാര്യമായിരുന്നില്ല. ഉദാഹരണത്തിന് സൗദി അറേബ്യ ഇന്നും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം കാര്യമായ രീതിയിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. ചെറിയ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടെന്നുള്ളത്. പാലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം നിലയിൽ വരാതെ അവർ അതിന് തയ്യാറല്ല എന്ന നിലപാടാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ബഹ്റിനും UAE-യും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. ഇതിനിടയ്ക്കാണ് പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഒരു ആഴത്തിലുള്ള സൗഹൃദത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അത് ഒരു ഭാഗത്ത് പറയുമ്പോഴും പാകിസ്ഥാന് സൗദി പല രീതിയിലും പരിമിതികളുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തില്. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ പല നിലപാടുകളോടും, അതായത് പാകിസ്ഥാൻ ഒരേ സമയം ചൈനയെയും അമേരിക്കയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ്. അത്തരം പിന്നെ പല സാഹചര്യങ്ങളിലും പാകിസ്ഥാൻ ഇസ്രയേലുമായിട്ട് പോലും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൗദിക്ക് ഇതിലൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സൗദിയുടെ സഹായമില്ലാതെ പാകിസ്ഥാന് സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. ഇത് കാരണം സൗദി പറയുന്നതല്ല അപ്പാടെ പിന്നെ പാകിസ്ഥാന് വിഴുങ്ങേണ്ട വരും. പക്ഷെ അവിടെയും മറ്റൊരു വിഷയമുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇറാനെ വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാനും ഇറാനും തമ്മിൽ 900 കിലോമീറ്റർ നീളമുള്ള ഒരു അതിർത്തി പങ്കിടുന്നുണ്ട്. ഇറാൻ ബലൂചിസ്ഥാനിലെ കലാപകാരികളെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അതീവ ദുഷ്കരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു, അമേരിക്ക യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാന് ഇറാന് വേണ്ടി കരമാർഗമുള്ള 6 വഴികൾ തുറന്നു കൊടുത്തിരിക്കുന്നു. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഇറാൻ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട്. ഇറാനെതിരെയുള്ള ഇറാനെ ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്ന അമേരിക്കയുടെ നിലപാടും അമേരിക്കയുടെ കടുത്ത ഉപരോധവും നിലനിൽക്കുമ്പോഴും പാകിസ്ഥാന് ഇറാന് വേണ്ടി വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് കച്ചവടത്തിന്. ഇതൊക്കെ പരസ്പരം വിരുദ്ധമായ നിലപാടല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ പലപ്പോഴും ഈ രാജ്യാന്തര ബന്ധങ്ങളിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാം പല ബന്ധങ്ങളിലും. ഇവിടെ കുറച്ചുകൂടി വ്യക്തമായ കൃത്യമായ ബന്ധമാണ് ഇന്ത്യയും UAE-യും തമ്മിലുള്ളത്. കാരണം നിലപാടുകളുടെ കാര്യത്തിൽ ഇപ്പൊ UAE-യിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യ അതിനെ എതിർക്കുന്നുണ്ട്. ഇറാനുമായിട്ടുള്ള നല്ല ബന്ധമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കണ്ണടയ്ക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ഇറാനേക്കാൾ ഇന്ത്യക്ക് സൗഹൃദം UAE ആയിട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് വ്യക്തമാക്കുന്നതിലും ഇത് പരസ്യമാക്കുന്നതിലും നമ്മൾ ഒരു രീതിയിലുമുള്ള ഒരു മടി കാണിക്കുന്നില്ല. ഇപ്പോഴും ഈ ഒരു വളർന്നു വരുന്ന ബന്ധത്തില് തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ UAE അംഗീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ദാവൂദ് ഇബ്രാഹിം എന്ന വ്യക്തി UAE കേന്ദ്രീകരിച്ചാണ് ജീവിച്ചിരുന്നത്. അതായത് UAE-യിലെ പ്രധാനപ്പെട്ട സ്ട്രീറ്റായ ഷെയ്ഖ് സയ്യിദ് റോഡില് ദാവൂദിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഈ അധോലോക നായകന്മാരെ ഓഫീസ് തുറന്ന് അവിടെ വെച്ച് പിന്നെ ഒരു ബിസിനസ് മോഡലിൽ കച്ചവടം നടത്തുന്നു എന്നൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരുമെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. കാരണം ദാവൂദ് ഉപയോഗിച്ചിരുന്ന ദുബൈയിലെ പിന്നെ നിന്ന് സ്വർണം ആർക്കും വാങ്ങിക്കാവുന്ന കാലഘട്ടം. അവിടെ എവിടെ നിന്നാണ് നിങ്ങളുടെ മൂലധനം എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ പൈസ കൊടുക്കാമെങ്കിൽ UAE-യിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര 24 ക്യാരറ്റ് സ്വർണം വാങ്ങിക്കാം. ഈ സ്വർണം ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നു ദാവൂദിന്റെ ആദ്യത്തെ ജോലി. പിന്നീടാണ് തീവ്രവാദത്തിലേക്ക് അത് തിരിഞ്ഞത്. ആ കാലമൊക്കെ മാറി. UAE ഇന്ന് ഒരു തരത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാത്ത ഒരു നിലപാടിലേക്ക് കാര്യം മാറി. അതായത് പുതിയ ഈ പറയുന്ന ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്
തീവ്രവാദ വിരുദ്ധ നിലപാടുകളും അതുപോലെ അത്തരം സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ യു എ ഇയുടെ പിന്നെ ഗൾഫ് സമുദ്രത്തിലെ യു എയുടെ ചുറ്റുമുള്ള സമുദ്രത്തിലെ അവിടെ പല രീതിയിലും ഇന്ത്യയുടെ സഹായം, ഇന്ത്യൻ നേവിയുടെ ഉൾപ്പെടെയുള്ള സഹായം യു എക്ക് ലഭിക്കുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ആഴം ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട്. അതായത് പാലസ്തീൻ എന്ന ഒരു പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു ഘടകം നിലനിൽക്കുമ്പോഴും അതിനെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ സഹകരണത്തിന് പാലസ്തീൻ എന്ന വിഷയം രണ്ടുപേർക്കും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ നിലപാട് പാലസ്തീൻ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം മറ്റു മേഖലകളിൽ സഹകരിക്കുന്നതിന് തടസ്സമാവില്ല എന്നുള്ള ഒരു സമീപനമാണ് ഇന്ത്യക്കും യു എക്കും ഇസ്രായേലിനും ഉള്ളത്. അത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ഒരു യുഗം തുറന്നിരിക്കുകയാണ്. പണ്ട് ഗൾഫിലെ 6 രാജ്യങ്ങളും ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന കൂട്ടായ്മയിലെ 6 രാജ്യങ്ങളും എല്ലാ വിഷയങ്ങളിലും, അതായത് യു എ ഇ, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റിന്, ഒമാന്, ഒരു രാജ്യം കൂടെ ഉണ്ട്, പേര് ഞാൻ അങ്ങോട്ട് വിട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരേ നിലപാട് സ്വീകരിക്കുമായിരുന്നു എല്ലാ വിഷയങ്ങളിലും. ആ നിലപാടുകൾക്കൊക്കെ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇതൊരു എന്താണ്, ആർക്കും എതിരെയുള്ള ഒരു സഖ്യമാണ് ഇസ്രായേലും ഇന്ത്യയും യു എയും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എല്ലാവരുടെയും സുരക്ഷയെ പോസിറ്റീവായിട്ട് പിന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൊതു നിലപാടുകൾ എടുക്കുന്നതിലേക്ക് ഈ ഒരു സഖ്യം മാറുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പുതിയ സഖ്യമാണ്. കാരണം ഈ യു എ ഇ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ് എന്ന് പറയും. അതായത് യു എ ഇ നമ്മളുമായിട്ട് അതിർത്തിയൊന്നും പങ്കിടുന്നില്ല. രണ്ടു കൂട്ടരും അറേബ്യൻ കടലിന്റെ 2 ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ യു എ ഇ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ്, അതായത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 രാജ്യങ്ങൾക്ക് ഇടയ്ക്ക് മറ്റൊരു രാജ്യമില്ല, കടൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ യു എ ഇക്കും ഇന്ത്യക്കും ഇടയിൽ ഒരുപാട് മേഖലകളിൽ സഹകരിക്കാനുള്ള വലിയ സാധ്യതകൾ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇസ്രായേലാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ മേഖലയിലെ പങ്കാളികളിൽ ഒരാൾ. ആ ഇസ്രായേല് യു എ ഇയുടെയും പങ്കാളിയാണ്. അപ്പോൾ പരസ്പര താല്പര്യമുള്ള വിഷയങ്ങൾ 3 രാജ്യങ്ങൾക്കും നിരവധി വിഷയങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, അതായത് തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നു, അതുപോലെ തന്നെ മറ്റു രാജ്യാന്തര വിഷയങ്ങളിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നു. ഇവിടെ ഓയിലിന്റെ, അതായത് ക്രൂഡ് ഓയിൽ എന്ന ഒരു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു ഘടകം യു എയുടെ കൈവശമുണ്ട്. അബുദാബി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. അവരുടെ എണ്ണ ഉൽപാദനം നിലവിലുള്ളതിൽ 3 മില്യൺ പെർ ഡേ എന്നുള്ളതിൽ നിന്നും 5 മില്യൺ പെർ ഡേ എന്നുള്ള രീതിയിലേക്ക് അവർ ഉയർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കുറച്ചുകൂടി എണ്ണ യു എയിൽ നിന്നും വാങ്ങാനുള്ള ഒരു സാഹചര്യം നിലവിൽ വരികയാണ്. യു എയുടെ എണ്ണ റിസർവ്, ക്രൂഡ് ഓയിൽ റിസർവ് പലതും ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് മംഗലാപുരത്ത്, അതുപോലെ വിശാഖപട്ടണത്ത്. ഈ 2 കേന്ദ്രങ്ങളിലായിട്ട് യു എയുടെ ഓയിൽ റിസർവ് ഇന്ത്യയിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് പ്രയോജനമാണ്. കാരണം നമുക്ക് ഈ റിസർവിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് വേണ്ടാത്ത എണ്ണ അവർ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾക്ക്, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, മലേഷ്യ, ജപ്പാന്, അങ്ങനെയൊക്കെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് അവർക്ക് വിൽക്കാനും പറ്റും. ഇന്ത്യക്ക് അവർ ഈ എണ്ണ സൂക്ഷിക്കുന്നതിന് ഒരു റെന്റും തരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദം വ്യവസായ മേഖല, ടെക്നോളജിയുടെ കാര്യത്തിൽ ഇസ്രായേൽ മുന്നിലാണ്. മാൻ പവറിന്റെയും സ്കിൽഡ് മാൻ പവറിന്റെയും കാര്യത്തിൽ ഇന്ത്യ കവച്ചു വെക്കാൻ ഇന്ന് ലോകത്തൊരു രാജ്യവുമില്ല. ഒരു ട്രേഡിംഗ് സെന്റർ എന്നുള്ള നിലയിൽ ദുബായ്, അതുപോലെ യു എ ഇയിലെ മറ്റു രാജ്യങ്ങളും അത് താരതമ്യത്തിന് അതീതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങളും ഇതുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട്, അവർക്ക് വലിയ ബെനിഫിറ്റ്സ്, മെച്ചങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ സൗഹൃദം ശക്തിപ്പെടുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു സർ.